മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഭക്തിലഹരിയിൽ അന്താരാഷ്ട്ര മുരുക ഭക്തസംഗമം. മുരുക ഭക്തിയിൽ ആറാടി കൊച്ചി അന്താരാഷ്ട്ര മുരുക ഭക്തസംഗമം. എറണാകുളം ശിവക്ഷേത്ര സന്നിധിയിൽ രാവിലെ 6-ന് മഹാഗണപതി ഹോമത്തോടെയാണ് സംഗമത്തിന് തുടക്കമായത്. അഷ്ടാദശ സിദ്ധപൂജ, മഹാസ്കന്ദ ഹോമം, വിദ്യാമന്ത്രാർച്ചന, ശത്രുസംഹാര ശക്തിവേൽ പൂജ എന്നിവ നടന്നു. ആ പൂജകൾ രണ്ടാമത്തെ വിദ്യാർത്ഥികൾക്കും ജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് നടത്തും. മൂന്നാമത് നടന്നാൽ സ്കന്ദഹോമം എന്ന് പറയുന്നത്. അത് ധനസമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായി. ബാക്കി എന്തൊക്കെ തത്വം നമ്മൾ പറഞ്ഞാലും പൈസ ഇല്ലാണ്ടായാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പറിയാം. അതുപോലെ കണ്ടവരും ഇല്ലാണ്ട് കിടക്കും. ചില പറയും, അയ്യോ ഞാൻ പ്രാർത്ഥിക്കാത്തോന്ന് പറയും. എന്നിട്ട് അതോടുകൂടി എല്ലാം കഴിഞ്ഞു, പിന്നെ പ്രാർത്ഥിക്ക് വരണ്ടാന്നാണ് അർത്ഥം. അപ്പൊ അത് നമുക്ക് ഉണ്ടാവണം. ധനസമൃദ്ധിയിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. വ്യാപാരത്തിൽ, വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ഉയർച്ച ഉണ്ടാവാൻ പറ്റുന്നതാണ് സ്കന്ദഹോമം. മൂന്നാമത്തതാണ് അഷ്ടാദശ സിദ്ധപൂജ. എറണാകുളം കുമാരേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച വേൽ ഘോഷയാത്രയിൽ കാവടി, താളമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ നാവിൽ ശൂളം തറച്ച വേൽ സംഘങ്ങളും MG റോഡിലൂടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലേക്ക് എത്തി. തുടർന്ന് നടന്ന അന്താരാഷ്ട്ര മുരുക ഭക്ത സമ്മേളനം കോർഡിനേറ്റർ S. ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെ സമ്മേളനത്തിൽ ആദരിച്ചു. TA കരുണൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ നിർമ്മല, ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.